പോകുമ്പോൾ കുടുംബം സ്വർഗ കവാടം. കുടുംബത്തോടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം. നമ്മുടെ പ്രാർത്ഥനയൊക്കെ അങ്ങനെയാണ്. എനിക്ക് എന്നില്ല, നമുക്ക് എന്നാണ്. നമുക്ക് നേടണം. ഖുർആനിലെ ഏറെ പ്രാർത്ഥനയും നമുക്ക്, നമ്മെ രക്ഷിക്കണേ, നമുക്ക് നൽകണേ, നമുക്ക് ദാനമായി നൽകണേ, നമ്മെ എല്ലാ തരത്തിലും നീ അനുഗ്രഹിക്കണമേ എന്നെല്ലാതും നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പോകണം എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബത്തിൽ ഒരു പക്ഷേ പണമില്ലാത്തവർ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ജീവിച്ചു പോകുന്നുണ്ട്. ആരോഗ്യമില്ലാത്തവർ അവരുടെ ആയുഷ്കാലം വരെ അള്ളാഹു കണക്കാക്കി അത്ര ആയുസ്സുള്ള അത്ര ജീവിച്ചു പോകുന്നുണ്ട്. എന്നാൽ എന്താണ് മനുഷ്യനെ ശരിക്ക് ജീവിപ്പിക്കുന്ന ഘടകം? മനുഷ്യന് ശരിക്ക് ജീവിതം മടുത്തു പോകുന്നത് എപ്പോഴാണ്? അതിന് ഖുർആൻ തന്നെ പറയുന്നത് സ്നേഹമാണ് അതിന് പരിഹാരം. അതുകൊണ്ട് തന്നെ ഈ സ്നേഹവും കാരുണ്യവും നാം പറയുന്നത് പോലെ അത്ര നിസ്സാര കാര്യമല്ല. എപ്പോഴാണ് നമുക്ക് നേരെ സ്നേഹനിരാസം അനുഭവപ്പെടുന്നത്, ലൈഫിൽ സ്നേഹശൂന്യത അനുഭവപ്പെടുന്നത്, സ്നേഹം ഒരാളോട് യാചിക്കേണ്ടി വരുന്നത്, അപ്പോഴേ നമുക്ക് ജീവിതം മടുത്തു തുടങ്ങും. മറിച്ച് പണം കുറവാണ്, എല്ലാറ്റിനും ലഭ്യത കുറവുണ്ട്, പക്ഷേ സ്നേഹിക്കുന്നവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കലും ഉണ്ടെങ്കിൽ നമ്മളൊരു വലിയ മല തന്നെ മുറിച്ച് കിടക്കും, വലിയൊരു സമുദ്രം നമ്മൾ താണ്ടിക്കിടക്കും. അതിന് നമുക്ക് വേണ്ടത് സ്നേഹവും കരുണയും ആണ് എന്ന് നമ്മെക്കാളേറെ നമ്മെ മനസ്സിലാക്കിയ നമ്മുടെ സൃഷ്ടികർത്താവിനാണ് അറിയുക. അതുകൊണ്ട് കുടുംബത്തെ അവൻ പണിതിട്ടിരിക്കുന്നത് സ്നേഹത്തിലും കാരുണ്യത്തിലുമാണ്. രണ്ടാൾ ജീവിതത്തിലേക്ക് പോകുമ്പോഴേ നാം അവർക്ക് കൊടുക്കുന്ന പ്രാർത്ഥനയാകുന്ന ഗിഫ്റ്റ്, പടച്ചോനെ ഇവർക്ക് ബർക്കത്ത് ചൊരിയണമേ, ഇവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയണമേ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാം അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യത്തിൽ ഒന്ന്, നിൻ്റെ ഇഷ്ടം എനിക്ക് വേണം, നിൻ്റെ സ്നേഹം എനിക്ക് വേണം. നിൻ്റെ സ്നേഹം മാത്രം പോരാ, നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം എനിക്ക് വേണം. അതുമാത്രം പോരാ, നിന്നിലേക്ക് അടുപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങളുണ്ടല്ലോ, ഏതെല്ലാം കർമ്മങ്ങൾ നിന്നിലേക്ക് അടുപ്പിക്കുന്നതുണ്ടോ അതിനോടുമുള്ള ഇഷ്ടം എനിക്ക് വേണം. ഇവിടെ പടച്ച റബ്ബിനോട് പോലും ഞാൻ സ്വകാര്യമായിട്ട് ചോദിക്കുന്നത് കുറച്ച് സ്നേഹം തരുമോന്നല്ലേ. അതായത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ പറയും, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വെള്ളവും വായുവും വെളിച്ചവും പോലെ എൻ്റെ മനസ്സ് കേട്ടുകൂടാതെ ഒട്ടും വിഷമിക്കാതെ നിൽക്കണമെങ്കിൽ സ്നേഹം വേണം. ആ സ്നേഹം മനുഷ്യരിൽ നിന്ന് നമുക്ക് ചുറ്റുള്ളവരിൽ നിന്ന് കിട്ടണം, നമ്മുടെ പ്രിയപ്പെട്ട പ്രപഞ്ചനാഥനിൽ നിന്ന് കിട്ടണം. അതുകൊണ്ട് സ്വകാര്യമായിട്ട് നമ്മൾ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളിൽ ഒന്നിതാണ്, എന്നെ സ്നേഹിക്കുമോ എന്നാണ്. പടച്ചവനോട് ഞാൻ ചോദിക്കുന്നത് കുറച്ച് സ്നേഹം തരുമോ എന്നാണ്. അതോടൊപ്പം എനിക്ക് വേണം പടച്ചവനെ നിൻ്റെ കരുണ. നിൻ്റെ കരുണ ഇല്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ മുന്നോട്ട് പോവുക? അതുകൊണ്ട് എന്നിലേക്ക് കണ്ണിമ വെട്ടുന്ന ഒരു നേരത്തേക്ക് പോലും ഇട്ടേക്കരുതേ, എന്നിലേക്ക് ഒരു സെക്കൻഡ് പോലും എന്നിലേക്ക് ഇടരുതേ. നിൻ്റെ കാരുണ്യം കൂടാതെ എനിക്ക് ജീവിച്ചു പോകാൻ പറ്റൂല. മനുഷ്യൻ സ്നേഹം കൊണ്ട് അത്രമാത്രം കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൻ്റെ സൗകര്യങ്ങളോ അതിലുള്ള ആളുള്ളതോ ആളില്ലാത്തതോ അല്ല, നമ്മെ ഏറ്റവും നല്ല ഒരു ഊർജ്ജസ്വലമാക്കുന്ന ഘടകം ആ വീട്ടിലുള്ള ആൾക്കാരുടെ ചേർത്ത് നിർത്തലാണ്, ആ കൂടെ നിൽക്കലാണ്. കൂടെ ഉണ്ട് എന്ന് പറയുന്ന എത്ര ആൾക്കാർ നിങ്ങൾക്ക് ലൈഫിലുണ്ടായിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ലൈഫിൽ പേടിക്കണ്ട കേട്ടോ, പ്രശ്നമില്ല. നിങ്ങൾ തളർന്നു പോയ ഘട്ടങ്ങളിൽ എത്ര ആൾ നിങ്ങളോട് ചേർത്ത് നിന്നിട്ടുണ്ട്? നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയേ. എത്ര ആൾ നിങ്ങൾ തളർന്ന ഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്? എല്ലാവരും നിന്നിട്ടുണ്ടാവില്ല, പലരും പലതും പറഞ്ഞിട്ടുണ്ടാകും. അതിന് ആ സമയത്ത് സ്നേഹിച്ചവർ പോലും എന്നാലും വേണ്ടിയിരുന്നില്ല. എന്തിനാ പണിക്ക് പോയത്? നമ്മൾ ചെയ്തത് തെറ്റോ ശരിയോ എന്തോ ആവട്ടെ, ഞാൻ തളർന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നവരാരോ, അതാരാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി തളർന്നു പോയ സമയത്ത് നിങ്ങളുടെ കൂടെ നിന്ന് വളരെ ചുരുക്കം ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം വന്ന ഒരു ദിവസം,
നിങ്ങളെ അസൂയ കൂടാതെ, ഒരു അസൂയയും കൂടാതെ നിങ്ങളോട് കൂടി ചേർന്ന് നിന്ന് അഭിനന്ദിച്ചവർ ആരാണ്? അതും വളരെ അപൂർവം ആൾക്കാരായിരിക്കും. ഈ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതും സ്നേഹിക്കുക എന്ന് പറയുന്നതും കൂടെ നിൽക്കുക എന്ന് പറയുന്നതും ലൈഫിൽ ഇത്രമേൽ വലിയ കാര്യമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ 10ാം വർഷം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 50 വയസ്സാകുമ്പോഴേ ചരിത്രം അതിനെ രേഖപ്പെടുത്തുന്നത് തന്നെ ആമുൽ ഹുസിൻ എന്നാണ്, ദുഃഖത്തിൻ്റെ വർഷമെന്ന്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഒരു ദുഃഖവർഷം. അത് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും സ്നേഹിച്ചു കൊണ്ടിരുന്ന രണ്ടാൾക്കാരുടെ വിയോഗമാണ്. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ഒരാൾ ആരാണ്? ഒരാൾ ആരും ഇല്ലാത്തടത്തുനിന്ന് പല സ്ഥലത്തും ഒറ്റപ്പെട്ടു പോകുമെന്ന് തോന്നിയപ്പോഴെല്ലാം, അതോടൊപ്പം തൻ്റെ കൂടെ വിശ്വാസി അല്ലാതെ ഇരുന്നിട്ടും തൻ്റെ കൂടെ തൻ്റെ വിശ്വാസത്തിലേക്ക് അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കരുത്തായിട്ട് നിന്ന പിതൃവ്യനാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിയോഗം. ഇതും രണ്ടും ഒരേ വർഷത്തിലാണ്. ഇതിന് ചരിത്രത്തിൽ ദുഃഖവർഷം എന്ന് പറയാൻ എന്താണ് കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉപാധികളില്ലാത്ത സ്നേഹം നൽകിയ 2 വ്യക്തികളാണ് അവർ. ഒരു ഉപാധി ഉണ്ടായിട്ടില്ല. അതായത് അങ്ങനെ വെക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഖദീജ ബീവിക്ക് കഴിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രതാപമുണ്ടായിരുന്ന, പണമുണ്ടായിരുന്ന, പ്രൗഢി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു ഉപാധികളുമില്ലാതെ, ഒരു കണ്ടീഷൻസും ഇല്ലാത്ത സ്നേഹം പകർന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന് പിറകെയാണ് അബൂ ത്വാലിബിൻ്റെയും വിയോഗം. ഇത് ദുഃഖവർഷമായിട്ട് ചരിത്രത്തിൽ വരുന്നത് സ്നേഹശൂന്യത അനുഭവിച്ച് റസൂല് വല്ലാതെ വേദനിച്ച വർഷമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവൂലേ ദുഃഖവർഷം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടായ ആ വർഷം പകരം വെക്കാൻ കഴിയാത്ത, അതിന് പകരം വെക്കാൻ കഴിയാത്ത, അതായത് ഒരു ജീവിതത്തിൽ ഉമ്മയോ ഉപ്പയോ ഏറ്റവും പ്രിയപ്പെട്ടവരോ പടിയിറങ്ങുമ്പോഴേ, ഒരു ഉമ്മ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോഴേ അത് ഒരു വിളക്ക് കെട്ടതുപോലെയാണ്. മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന ആ കഥ, ആ കുഞ്ഞു കഥ എല്ലാവർക്കും പരിചയമല്ലേ? അമ്മ മരിച്ചതിന് ശേഷം അന്ന് രാവിലെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഉണ്ട് അവിടെ. ഓരോ പാത്രവും തുറന്നു നോക്കി അവിടെ നെയ്പ്പായസം ഉണ്ട്. അപ്പോൾ മക്കൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആ 3 ആൺമക്കൾ, അമ്മ തിരികെ വരില്ലേ? അതിലേറ്റവും ചെറിയ മോൻ ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ അച്ഛാ? വരില്ലേ? വരും. കാരണം ആ നെയ്പ്പായസം എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ മക്കളുടെ മനസ്സിൽ നിന്ന് ഇന്നൊരു ദിവസത്തേക്കെങ്കിലും ആ വേർപാടിൻ്റെ ദുഃഖം അറിയാതിരിക്കാൻ അച്ഛൻ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ജീവിതത്തിൽ ഒരു പക്ഷേ ഈ 3 മക്കളെ പോറ്റുന്ന, രോഗം വരുമ്പോൾ കഷ്ടപ്പെടുന്ന ഈ അമ്മയുടെ വേദന ഒരിക്കലും ഈ അച്ഛൻ മനസ്സിലാക്കിയിട്ടില്ല. അവിടെ അവളിരുന്ന ആ പലകൻ്റെ മേലെ ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി അവിടെ ഇരിക്കുമ്പോഴേ ഈ മക്കളുടെ ചോദ്യം കേട്ട് സങ്കടം വന്ന് അദ്ദേഹം മാറുന്നുണ്ട്. നമ്മൾക്ക് പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കാണിക്കൂല. മരിച്ചു കഴിഞ്ഞാൽ അയാളിരുന്ന ചാരുകസേരയിൽ ഒരു നല്ലോണം പോയി ഇരുന്നിട്ട് ഇത് ഉപ്പാക്ക് ഇഷ്ടമുള്ള ചാരുകസേരയാണ് നമ്മൾ പറയും. അവരെ കുടിച്ച ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചിട്ട് ഇത് ഉപ്പക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സാണ് എന്ന് നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുമ്പോൾ ഉപ്പൻ്റെ ഇഷ്ടമുള്ള കാര്യമൊന്ന് പറഞ്ഞിട്ട് ഉപ്പൊന്ന് കേൾക്കട്ടെ, ഉമ്മ ഒന്ന് കേൾക്കട്ടെ, മക്കളൊന്ന് കേൾക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഗുന്തർ ഗ്രാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചരിത്രം വായിച്ചപ്പോഴേ അതിൽ ഞാനും നിങ്ങളുമാണ്, നമ്മളെയാണ് പ്രതിനിധീകരിക്കുന്നത്. കാരണം അമ്മയെ അവരുടെ യൗവനകാലത്ത്, നല്ല ആരോഗ്യമുള്ള കാലത്ത് ആ വ്യക്തിക്ക് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റിയില്ല. ഒരിക്കലും. എപ്പോഴും അമ്മ കോൾ ചെയ്യുമ്പോൾ റിജക്റ്റ് ചെയ്യും, അമ്മയോട് എപ്പോഴും കുറ്റപ്പെടുത്തും. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും അധികം തർക്കിക്കുന്നത് ആരോടാണ്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ ഏറ്റവും തർക്കിക്കുന്നതും വാശി പിടിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതൊക്കെയും തന്നെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. അങ്ങനെ ഇദ്ദേഹം അമ്മക്ക് ആരോഗ്യമുള്ള കാലത്തൊന്നും അദ്ദേഹത്തിന് അമ്മയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്നത് തന്നെ അമ്മക്ക് ക്യാൻസർ ബാധിച്ചു എന്നറിയുന്ന ഒരു റിസൾട്ട് കയ്യിലേക്ക് വരുമ്പോഴാണ്. നോക്കണം, ആരോഗ്യകാലത്ത് എല്ലാം തമ്മിൽ സംസാരിക്കാൻ കഴിയുന്ന കാലത്ത്
നമ്മളൊന്നും പരസ്പരം ആരെയും മനസ്സ് തുറന്ന് അഭിനന്ദിക്കുകയോ സ്നേഹിക്കുകയോ സ്നേഹമുള്ള വാക്ക് പറയുകയോ ചെയ്യുന്നില്ല. അമ്മയുടെ പുഞ്ചിരി മാഞ്ഞു, അമ്മയുടെ ആ മുഖം കറുത്തു തുടങ്ങി, ശുഷ്കിച്ചു തുടങ്ങി, അമ്മയുടെ ഓർമ്മ പോയി തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് അമ്മക്ക് ഒരുപാട് യാത്രകൾ ഇഷ്ടമാണ്. അദ്ദേഹം അമ്മക്ക് ഇഷ്ടമുള്ള യാത്ര സംഘടിപ്പിക്കുകയാണ്. യാത്രയിലൊക്കെ ഇദ്ദേഹം അമ്മയെ കൂട്ടി പോവുകയാണ്. ഒരുപാട് വർത്താനം ഇയാൾ പറയുന്നുണ്ട്, അമ്മ ഒന്നും തിരിച്ചു പറയുന്നില്ല. അമ്മ ഓരോന്ന് കേൾക്കുമ്പം വെറുതെ തലയാട്ടാണ്. ഞാനും നിങ്ങളൊക്കെയും തന്നെ എല്ലാം ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെച്ചിട്ട്, ലാസ്റ്റ് സ്നേഹം കൊടുക്കാനും പ്രകടിപ്പിക്കാനും വെച്ചിട്ട് വാങ്ങാനവരുണ്ടാവില്ല, ഒരുപക്ഷെ തിരിച്ചറിയാനുണ്ടാവില്ല. നമ്മൾ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. കാരണം നാളെ ശരിയാവാം, നല്ലോണം സംസാരിക്കണം, സ്നേഹിക്കണം. ഇങ്ങനെ നീട്ടിവെച്ച് പിന്നെയും സ്നേഹിക്കാൻ നീട്ടിവെച്ചിട്ട് പിന്നെയും എന്നെ സ്നേഹിക്കുന്ന ഉറപ്പുള്ള ലോകത്തെ ഏക വ്യക്തി ആരാ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. സ്നേഹം നീട്ടിവെച്ചു, നല്ലോണം വർത്താനം പറയണം, പോയിട്ട് നല്ലോണം സ്നേഹിക്കണം എന്നൊക്കെ ചിന്തിക്കലുണ്ട്. പക്ഷെ വീണ്ടും നമ്മൾ നീട്ടിവെക്കുകയാണ്. നീട്ടിവെച്ചിട്ടും പിന്നെയും നമ്മൾ സ്നേഹിക്കുമെന്നുറപ്പുള്ള വ്യക്തി ആദ്യം ഉമ്മയാണ്. ഉറപ്പായിട്ട് ആ വ്യക്തിക്കാണ് നമ്മൾ പലതും പിന്നേക്ക് മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസി സമൂഹം ഒരിക്കലും നമുക്കുള്ള സ്നേഹം, കരുണ പിന്നേക്ക് ബാക്കി വെക്കരുത്. അത് ഇന്ന് തന്നെ നല്ലോണം സ്നേഹം പ്രകടിപ്പിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം. വീട്ടിലൊരു സന്തോഷത്തിൻ്റെ അലതല്ലണം. അങ്ങനെ പരസ്പരം നമുക്ക് സ്നേഹമില്ലാതെ കരുണയില്ലാതെ ജീവിക്കാൻ പറ്റൂല. നമ്മൾ കരുണ, രണ്ടാമത് അത് പറയുന്ന കാര്യം കരുണയാണല്ലോ. ഈ കരുണ പലപ്പോഴും നാം പഠിപ്പിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ മക്കൾ പരസ്പരം സ്നേഹിക്കണമെന്ന് മാത്രമാണ്. പുറത്തേക്ക് കരുണ ഒഴുകാൻ പലപ്പോഴും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പുറത്തേക്ക് കരുണ ഒഴുകാനും കൂടി നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുന്ന ഏതാണ് വഴി? അതായത് നിങ്ങളോട് ആൾക്കാർ നിങ്ങൾ എത്ര അങ്ങോട്ട് കരുണ കാട്ടിയിട്ട് ഇങ്ങോട്ട് കരുണ കാട്ടുന്നില്ല. അപ്പോഴാണ് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, സ്നേഹമാണ് മധുര പ്രതികാരം, കരുണയാണ് പ്രതികാരം. നിങ്ങൾ ഇങ്ങോട്ടില്ലേ, ഞാൻ കരുണ കാണിക്കാനാണ് എൻ്റെ തീരുമാനം. നിങ്ങളിങ്ങോട്ട് സ്നേഹിക്കുന്നില്ലേ, സ്നേഹിക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പോഴാണ് ഒരു മാജിക് സംഭവിക്കുമെന്ന് ഖുർആൻ പറയുന്നത്. ഫഇദല്ലദി ബൈനക വബൈനഹു അദവ കഅന്നഹു വലിയ്യുൻ ഹമീം. നിനക്കും ഏതൊരു കൂട്ടർക്കും ഇടയിൽ അകൽച്ച ഉണ്ടായിട്ടുണ്ടോ, ശത്രുത ഉണ്ടായിട്ടുണ്ടോ, നീ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്ത്? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതാണ് മറുപടി. ആൾക്കാരെന്തിനോ നിൽക്കട്ടെ, ആൾക്കാരെന്തോ പ്രചരിപ്പിക്കട്ടെ, മോശമായിട്ട് പെരുമാറട്ടെ, ഒരിക്കലും അവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാനേ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തുള്ള കരുണയും സ്നേഹവും അവസാനിപ്പിക്കാൻ പാടില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴേ തീർച്ചയായിട്ടും അതിന് പകരം അത് എപ്പോഴെങ്കിലും ഒരു കാലത്തെങ്കിലും അതവർക്ക് തിരിച്ചറിയും. അതുകൊണ്ട് നിരന്തരം നമുക്ക് ആൾക്കാരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ളത് സ്നേഹമാണ്, കരുണയാണ്, കനിവാണ്. നമ്മുടെ മക്കൾക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നതും പരസ്പരം ഈ തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് കുറേ സോഷ്യൽ മീഡിയയിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ട് നമുക്കിടയിലുള്ള മക്കൾ വളർന്നു പോകുക, അതിവേഗം വളർന്നു പോകും. പിന്നീട് അവരെ ഇരുത്തിയിട്ട് പഠിപ്പിക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ നിങ്ങളതിന് സമയം നൽകിയിട്ടില്ലെങ്കിൽ വലിയ ആൾക്കാരായിട്ട് പിന്നെ സമയം നൽകുമ്പോൾ അവർക്കത് വേണ്ട. അതുകൊണ്ട് ചെറിയ കാലത്ത് തന്നെ അവരോട് ഒരുപാട് സ്നേഹിച്ചിട്ട് ചേർത്ത് പിടിച്ചാൽ തീർച്ചയായും കുടുംബങ്ങളിൽ അത്ഭുതം സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നിത്യമായ ദുഃഖവും നഷ്ടബോധവും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മരണശേഷം മാത്രം അറിയുന്ന സ്നേഹം കൊണ്ട് നടക്കേണ്ടതില്ല. സ്നേഹസ്പർശമൊക്കെ ഒരു തലോടലൊക്കെ എല്ലാവരും കൊതിക്കുന്നുണ്ട്, മക്കൾ കൊതിക്കുന്നുണ്ട്. നേരത്തെ നിങ്ങളോട് പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അത് വേണ്ടത് വലുതാകുമ്പോഴത്തേക്ക് മക്കളല്ലാതാവുന്നില്ല. ഒരു 70 വയസ്സ് ഉള്ള ഒരാളുടെ ഉമ്മ മരിച്ചാലും അയാളെന്താവും? കുഞ്ഞിനെ പോലെ കരയും. കാരണം അയാൾ ഉമ്മയുടെ ചെറിയ മോനാണ് അപ്പോഴും. അതുകൊണ്ട് 70 ആയാലും 60 ആയാലും എത്രയായാലും നമ്മൾ മക്കളെ തൊടുന്നിടത്തും ആലിംഗനം ചെയ്യുന്നിടത്തും ചുംബിക്കുന്നിടത്തും സ്പർശിക്കുന്നിടത്തും ഒരു കുറവും വരുത്താതെ സ്നേഹം കൊണ്ടൊരു മാജിക് തീർക്കാനും അതിനെക്കൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് കുടുംബത്തിൽ ഉണ്ടാക്കാനും അള്ളാഹു ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ആർജിച്ചെടുത്ത അറിവുകൾ കുടുംബത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാനും
ഇനി നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ജീവിതം അത്ര വലിയ കാലമൊന്നുമില്ല, വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് എങ്ങനെയാണ് എവിടെയാണോ തീരുന്നതെന്ന് അറിയില്ല, പക്ഷേ നല്ലത് കൊടുത്തിട്ട് നമുക്ക് പോകാം, കുടുംബത്തിലായാലും പുറത്തായാലും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.